नमस्ते प्यारे बच्चों, खुश है ना? सुगल्ले। पिछले कक्षा में हमने क्या पढ़ा था? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത്? ഗാന്ധിജി कैसे बने? ഹെഡിങ് ഓർമ്മയില്ലേ? ഗാന്ധിജി എങ്ങനെയായി തീർന്നു? ഉൻകാ പരിവർത്തൻ, അദ്ദേഹത്തിൻ്റെ മാറ്റത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പഠായി മേ ബദലാവ്, പഠിത്തത്തിലുള്ള മാറ്റം. और उनके डर में, അദ്ദേഹത്തിൻ്റെ പേടിയിലുള്ള മാറ്റം. और उनके वेश में बदलाव, അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിലുള്ള മാറ്റം. केवल एक ही धोती, ഒരൊറ്റ തുണി മാത്രം. फैसला कर लिया, തീരുമാനമെടുത്തു. फिर वही फैसले से हिचकता नहीं, പിന്നെ ആ തീരുമാനത്തിൽ നിന്നും ഇളകിയിട്ടില്ല, ഉറച്ച തീരുമാനമെടുത്തു. फिर भी कई परिवर्तन, പിന്നെയും ഒരുപാട് മാറ്റങ്ങൾ സ്വന്തമായിട്ട് ഗാന്ധിജി ഒരുപാട് മാറ്റങ്ങൾ മാറ്റിയിട്ടുണ്ട് സ്വന്തം ജീവിതത്തിൽ. അപ്നി ജിന്ദഗി മേ കൈ പരിവർത്തൻ, സ്വന്തം ജീവിതത്തിൽ നിരവധി മാറ്റങ്ങൾ ലായെ കൊണ്ടുവന്ന മഹാത്മാഗാന്ധിജിയെ കുറിച്ച് देखिए पेज नंबर 37 37 നോക്കാം. गांधी जी लिखते थे एक बढ़िया पेन से. वह पेन एक दिन चोरी चला गया. लिखने बैठे और पाया कि पेन तो है ही नहीं. उसी समय एक बच्चे ने अपनी पेंसिल दे दी कि लो बाबा, इससे लिख लो. उन्होंने लिखकर देखा कि अरे वाह, ഗാന്ധിജി लिखते थे एक बढ़िया कलम से. ഗാന്ധിജി എഴുതിയിരുന്നു एक बढ़िया, ഒരു വിലപിടിപ്പുള്ള. बढ़िया എന്ന് പറഞ്ഞാൽ വലിയ എന്നല്ല അർത്ഥം അല്ലേ? बढ़िയ, വില കൂടിയ പെന്നുകൊണ്ട്, വില കൂടിയ പെന്നുകൊണ്ടായിരുന്നു ഗാന്ധിജി എഴുതിയിരുന്നത്. वो पेन ആ പേന एक दिन, ഒരു ദിവസം ചോരി ചലാ ഗയ, ചോരി കളവ് പോയി, എവിടെയോ കളഞ്ഞുപോയി. ചോരി ചലാ ഗയ, കളഞ്ഞുപോയി. ഗാന്ധിജി ലിഖ്തേ ഥേ एक बढ़िया पेन से, ഗാന്ധിജി എഴുതിയിരുന്നു ഒരു വലിയ പേന കൊണ്ട്. वो पेन एक दिन चोरी चला गया. ആ പേന ഒരു ദിവസം ചോരി ചലാ ഗയ. ക്യാ ഹേ ചോരി ചലാ ഗയ? കളവ് പോയി. കഹാ ഗയ പതാ നഹി, എവിടെ പോയെന്ന് അറിയില്ല. കളവ് പോയി എന്ന് പറയുമ്പോൾ ആരെടുത്തു, എവിടെ എടുത്തു, ഇല്ല എങ്ങോട്ട് പോയി ഒന്നും അറിയില്ല. അപ്പോൾ ചോരി ചലാ ഗയ, കളവ് പോയി. ലിഖ്നെ ബൈഠെ और पाया कि पेन तो है ही नहीं. ലിഖ്നെ ബൈഠെ, എഴുതാനിരുന്നു. और पाया कि, എന്നാൽ ലഭിച്ചത് എന്താണ്? എഴുതാനിരുന്നപ്പോൾ ലഭിച്ചത് എന്തെന്ന് പറഞ്ഞാൽ പെൻ ഉണ്ടോ ഇല്ലേ എന്നതാണ്. പെൻ തോ ഹേ ഹി നഹി, പെന്നുണ്ടോ? ഹി നഹി, ഇല്ല തന്നെ. പെൻ തോ ഹേ, പെന്നുണ്ട്. ഹി നഹി, എന്നാൽ ഇല്ല തന്നെ. അതായത് എവിടെയാണെന്ന് അറിയില്ല. ഓ ചോരി ചലാ ഗയാ ഹേ, അത് കളവ് പോയിട്ടുണ്ട്. ഉസി സമയ, ആ സമയം एक बच्चे ने अपनी पेंसिल दे दी. उसी समय, ആ സമയത്ത് एक बच्चे ने, ഒരു കുട്ടി अपनी पेंसिल, സ്വന്തം പെൻസിൽ ദേ ദി, നൽകി. കി എന്തെന്നാൽ, എന്താന്ന് വെച്ചാൽ ലോ ബാബ, എടുത്തുകൊള്ളൂ മുത്തശ്ശ. ഇസ്സേ ലിഖ് ലോ, ഇതുകൊണ്ട് എഴുതിക്കോളൂ. വഹി ബച്ചേ നെ ഗാന്ധിജി കോ एक പെൻസിൽ ദേദി, ആ കുട്ടി ഗാന്ധിജിക്ക് ഒരു പെൻസിൽ കൊടുത്തു. और कहा, എന്നിട്ട് പറഞ്ഞു ലോ ബാബ, എടുത്തുകൊള്ളൂ മുത്തശ്ശ. ഇസ്സേ ലിഖ് ലോ, ഇതുകൊണ്ട് എഴുതിക്കോളൂ. अगला भाग देखिए. उन्होंने लिखकर देखा कि अरे वाह, അദ്ദേഹം എഴുതി നോക്കി. ലിഖ്കർ ദേക്ക, എഴുതി നോക്കി. അരേ വാഹ്, എത്ര മനോഹരം. ഇനി അടുത്ത ഭാഗം നോക്കാം. इस
इससे तो अच्छा लिखा जाता है और स्याही वगैरह भरने का झंझट भी नहीं। तो तय कर लिया कि अब पेंसिल से ही लिखेंगे और पेंसिल से उन्होंने पहली चिट्ठी किसे लिखी जानते हो? भारत के वायसरॉय को। गांधी जी कहता है इससे तो ഇതുകൊണ്ടാണെങ്കിൽ अच्छा लिखा जाता है, നല്ലതുപോലെ लिखा जाता है, എഴുതാൻ സാധിക്കുന്നുണ്ട്। और स्याही वगैरह और കൂടാതെ സ്യാഹി വഗേര മഷി പോലുള്ളവ, സ്യാഹി മഷി ഇങ്ക്, സ്യാഹി വഗേര മഷി പോലുള്ളവ ഭർനെ കാ നിറക്കാനുള്ള झंझट भी नहीं, झंझट പ്രയാസം, झंझट भी नहीं പ്രയാസവുമില്ല। तो तय कर लिया, तो तय कर लिया എന്നാൽ തീരുമാനമെടുത്തു। അഗ്ലാ ഫൈസല, തൈ കർണ തീരുമാനമെടുക്കുക। तो तय कर लिया എന്നാൽ തീരുമാനമെടുത്തു। എന്തായിരുന്നു തീരുമാനം? देखिए अब पेंसिल से ही लिखेंगे, अब ഇനി पेंसिल से ही, पेंसिल കൊണ്ട് തന്നെ लिखेंगे എഴുതാം। और पेंसिल से उन्होंने पहली चिट्ठी किसे लिखी जानते हो? भारत के वायसरॉय को, ഭാരതത്തിൻ്റെ ഇന്ത്യയിലെ വൈസ്രോയ്ക്ക്। വൈസ്രോയ് എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ബ്രിട്ടീഷുകാർ നിയമിക്കപ്പെടുന്ന വൈസ്രോയ്ക്കാണ് ആദ്യത്തെ കത്ത് ഗാന്ധിജി എഴുതിയത്। എന്തുകൊണ്ട്? കലം സേ നഹി, പേന കൊണ്ടല്ല, പെൻസിൽ സേ, പെൻസിൽ സേ പഹലി ചിട്ടി, പെൻസിൽ കൊണ്ട് ആദ്യത്തെ കത്ത് ഭാരത് കെ വൈസ്രോയ് കോ ഹമാരെ ഗാന്ധിജി നെ ലിഖാ, ഇന്ത്യയിലെ വൈസ്രോയ്ക്കാണ് ഗാന്ധിജി ആദ്യമായി പെൻസിൽ കൊണ്ട് കത്തെഴുതിയത്। അപ്പോൾ ഗാന്ധിജി ബടിയാ കലം സേ ലിഖ്തേ थे, വില കൂടിയ പേന കൊണ്ടായിരുന്നു ഗാന്ധിജി എഴുതിയിരുന്നത്। वो बदला, അത് മാറി। कैसे? वो कलम एक दिन चोरी चला गया, ആ പേന ഒരു ദിവസം കളവ് പോയി। और लिखने बैठा, എഴുതാനിരുന്നപ്പോൾ കലം देखता नहीं, പേന കാണുന്നില്ല। उसी वक्त एक बच्चे ने, ആ സമയം ഒരു കുട്ടി അപ്ന, അല്ലേ, അവൻ്റെ സ്വന്തം क्या दिया? अपना पेंसिल दिया, അല്ലേ, സ്വന്തം പേന അങ്ങ് കൊടുത്തു। ഗാന്ധിജീനെ ഉസി പെൻസിൽ സെ ലിഖ്ന ശുരു കിയ, ആ പേന കൊണ്ട്, ആ പെൻസിൽ കൊണ്ട് എഴുതാൻ ആരംഭിച്ചു। ഗാന്ധിജിക്കോ അച്ഛാ ലഗ, ഗാന്ധിജിക്ക് നല്ലതായി തോന്നി। ക്യാ കാരണം? ക്യാ ഹേ, കാരണം എന്താണ്? ഉസ്മേ സ്യാഹി വഗൈര ഭർനെ കി ജറൂരത്ത് നഹി, അതിൽ മഷി പോലുള്ളതൊന്നും നിറയ്ക്കേണ്ട ആവശ്യമില്ല। ഇസീലിയെ ഗാന്ധിജീനെ ഫൈസല കർ ലിയ, തൈ കർ ലിയ, അതുകൊണ്ട് ഗാന്ധിജി തീരുമാനമെടുത്തു പെൻസിൽ സേ ഹി ലിഖേംഗെ, ഇനി പെൻസിൽ കൊണ്ട് അങ്ങ് എഴുതിയാൽ മതി। പഹലി ചിട്ടി, പെൻസിൽ സേ പഹലി ചിട്ടി ലിഖി, പെൻസിൽ കൊണ്ട് ആദ്യ കത്ത് എഴുതി ഭാരത് കെ വൈസ്രോയ്ക്കോ, ഇന്ത്യയുടെ വൈസ്രോയ്ക്ക്। ഗാന്ധിജി കാ പരിവർത്തൻ, അഗ്ലാ പരിവർത്തൻ ഹേയ്, ഗാന്ധിജിയുടെ അടുത്ത മാറ്റമായിരുന്നു ഇത്। പിന്നെ പെൻസിൽ കൊണ്ടാണ് എഴുതിയത്। ഇനി അടുത്ത ഭാഗം നോക്കാം। देखिए लिखते लिखते पेंसिल छोटी हो जाती तो उस पर कागज़ की भोंगली लगाकर धागे से बांध लेते। दरअसल इन सबके पीछे कोई सानक नहीं, बल्कि गांधी जी की यह सोच थी कि जब आपके देश के अधिकांश लोग गरीब हो तो आपकी फिजूल गर्जी और दिखावा नहीं करना चाहिए। लिखते लिखते, എഴുതി എഴുതി, लिखते लिखते എഴുതി എഴുതി, പെൻസിൽ छोटी हो जाती तो, പെൻസിൽ ചെറുതായി തീരുമ്പോൾ, ഉസ് പർ അതിൽ, കാഗസ് കി ഭോംഗലി അതിൻ്റെ മുകളിൽ, കാഗസ് കി ഭോംഗലി, കാഗസ് എന്ന് പറഞ്ഞാൽ പേപ്പർ, കാഗസ് കി ഭോംഗലി ലഗാക്കർ, കടലാസിൻ്റെ ചുരുട്ട്, കാഗസ് കടലാസ്, കാഗസ് കി ഭോംഗലി, ഭോംഗലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുരുട്ട്, കാഗസ് കി ഭോംഗലി ലഗാക്കർ ധാഗേ സേ നൂല് കൊണ്ട്, ഭോംഗലി ലഗാക്കർ ധാഗേ സേ നൂല് കൊണ്ട്, ബാന്ത് ലേത്തെ, ബാന്ത് ലേത്തെ കെട്ടിവെക്കും। അപ്പോൾ
ലിഖ്തേ ലിഖ്തേ പെൻസിൽ छोटी हो जाती तो എഴുതി എഴുതി പെൻസിൽ ചെറുതായി തീരുമ്പോൾ ഉസ് പർ അതിനു മുകളിൽ കാഗസ് കി ഭോങ്കിലി ലഗാക്കർ കടലാസിൻ്റെ ചുരുട്ടുണ്ടാക്കിയിട്ട് ഭോങ്കിലി ചുരുട്ട് ഭോങ്കിലി ലഗാക്കർ ഉണ്ടാക്കിയിട്ട് ധാഗേ സെ നൂല് കൊണ്ട് ഭാന്തിലേത്തെ കെട്ടിവെക്കും. ആര്? കോൺ? ഹമാരെ ഗാന്ധിജി. ഗാന്ധിജിക്ക് ആ പെൻസിൽ അങ്ങ് മാറ്റിയിട്ട് വേറെ പെൻസിൽ വാങ്ങാൻ കഴിവില്ലാഞ്ഞിട്ടാണോ? അല്ല. देखिए अगला भाग. दरअसल वास्तवത്തിൽ इन सब के पीछे कोई सनक नहीं बल्कि गांधी जी की यह सोच थी कि जब आपके देश के अधिकांश लोग गरीब हो तो आपको फिजूल खर्ची और दिखावा नहीं करना चाहिए. दरअसल വാസ്തവത്തിൽ ഇൻ സബ്കെ പീച്ചെ ഇതിനെല്ലാത്തിനും പിന്നിൽ ഈ രീതിയിലൊക്കെ ഒരൊറ്റ തുണി മാത്രം അല്ലേ ധരിച്ചു, പിന്നെ പേനയ്ക്ക് പകരം പെൻസിൽ ഉപയോഗിച്ചു, പെൻസിൽ ചെറുതാകുമ്പോൾ അതിന് മുകളിൽ കാഗസ് കി ഭോങ്കിലി ലഗാക്കർ കടലാസ് ചുരുട്ടുണ്ടാക്കിയിട്ട് കെട്ടിവെക്കും. ദർഅസൽ വാസ്തവത്തിൽ ഇൻ സബ്കെ പീച്ചെ ഇതിനെല്ലാത്തിനും പിന്നിൽ കൊയ് സനക് നഹി യാതൊരു ഭ്രാന്തുമല്ല. സനക് എന്ന് പറഞ്ഞാൽ പകൽപ്പൻ, ഭ്രാന്ത്, യാതൊരു ഭ്രാന്തുമല്ല. നഹീം അല്ലെ, സനക് നഹീം ഭ്രാന്തല്ല, ബൽക്കി ഉൾട്ടേ മേം നേരെ മറിച്ച്, അതല്ലാതെ. പിന്നെ എന്താണ് കാരണം എന്ന് പറയുന്നു. ഗാന്ധിജിക്ക് യഹ സോച്ച് ദി ഗാന്ധിജിയുടെ ഈ ചിന്തയായിരുന്നു. ഗാന്ധിജി കി സോച്ച് ഗാന്ധിജിയുടെ ചിന്തയാണ്. എന്താണ്? ഹമാരേ ദേശ് കെ അധികാംശ ലോഗ് ഗരീബ് ഹേ നമ്മുടെ രാജ്യത്തിലുള്ള നിരവധി പേര് ഗരീബ് ഹേ പാവപ്പെട്ടവരാണ്. ഇസീലിയെ ഗാന്ധിജി ऐसे करने लगे, ऐसे कंजूस होकर जीने लगे. ഇങ്ങനെ ഒരു പിശുക്ക് കാണിച്ച് ജീവിക്കാൻ തുടങ്ങിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹമാരേ ദേശ് കെ ലിയെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. അഗ്ലാ ഭാഗ് देखिए. अगर आप सचमुच अपने देश और देशवासियों से प्यार करते हैं तो आपको कम से कम में काम चलाना चाहिए और सादगी का महत्व समझना चाहिए. आप बड़े बनेंगे और कहलाएंगे अपने विचारों से और अपने काम से, न कि अपने कपड़ों से. देखिए गांधी जी क्या कहता है. ഗാന്ധിജി എന്താണ് പറയുന്നത് നോക്കൂ. അഗർ ആപ് ഒരു പക്ഷേ താങ്കൾ, സച്ച്മുച്ച് സത്യത്തിൽ, അപ്നെ ദേശ് സ്വന്തം രാജ്യത്തെയും, ഓർ കൂടാതെ അപ്നെ ദേശവാസിയോं से സ്വന്തം രാജ്യത്തിലുള്ളവരെയും, പ്യാർ കർത്തെ ഹേ തോ സ്നേഹിക്കുന്നുവെങ്കിൽ, അപ്നെ ദേശ് ഓർ ദേശവാസിയോं से പ്യാർ കർത്തെ ഹേ തോ സ്വന്തം രാജ്യത്തെയും ദേശത്തുള്ളവരെയും സ്നേഹിക്കുന്നുവെങ്കിൽ, ആപ്കോ കം സേ കം താങ്കൾ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ കാം ചലാനാ ചാഹിയെ പ്രവർത്തിക്കേണ്ടതുണ്ട്. അതായത് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ജീവിക്കേണ്ടതുണ്ട്. और सादगी का महत्व समझना चाहिए. और കൂടാതെ സാദഗി, സാദഗി എന്ന് പറഞ്ഞാൽ സിംപ്ലിസിറ്റി, സാദഗി ലളിതമായിട്ട്, സിമ്പിളായിട്ട്, സിംപ്ലിസിറ്റിയുടെ മഹത്വം സമജ്ന ചാഹിയെ മനസ്സിലാക്കണം. അപ്പോൾ ലളിതമായി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യം മനസ്സിലാക്കിയിരിക്കണം. ദേശ് ഓർ ദേശവാസിയോं से प्यार करते हैं तो നമ്മുടെ രാജ്യത്തെയും രാജ്യത്തുള്ളവരെയും പ്യാർ करते हैं तो സ്നേഹിക്കുന്നുവെങ്കിൽ, ഹം കം സേ കം में काम चलाना चाहिए ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ കാം ചലാനാ ചാഹിയെ പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ചുരുങ്ങിയ രീതിയിൽ നമ്മൾ ലളിതമായ ജീവിതം ജീവിക്കണം. ലളിതമായ ജീവിതത്തിന് എന്ത് പറയും? സിംപ്ലിസിറ്റി എന്നതിന് എന്തായിരുന്നു വാക്ക്? സാദഗി, സാദഗി സി ജീനാ ചാഹിയെ. ആ ബഡേ ബനേങ്കെ നിങ്ങൾ വലുതായി തീരും. और कहलाएंगे എന്നിട്ട് പറയും. ആ ബഡേ ബനേങ്കെ और कहलाएंगे നിങ്ങൾ വലുതാവും എന്നിട്ട് പറയണം. അപ്നെ വിചാരോം സേ നിങ്ങളുടെ ചിന്തകളിലൂടെയാണ് കഹ്ലായെങ്കിൽ പറയിപ്പിക്കേണ്ടത് കേട്ടോ. और अपने काम से നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പറയിപ്പിക്കണം മറ്റുള്ളവരോട്. എന്ത്? ബഡേ ബനേങ്കെ, ബഡേ വലുതാണെന്ന് പറയിപ്പിക്കണം. നാക്കി അല്ലാതെ,
अपने കപ്പടവും സേ സ്വന്തം വസ്ത്രത്താലെ അല്ല, അല്ലേ, വസ്ത്രം കൊണ്ടല്ല. അപ്പോൾ ആ ബഡേ ബനേഗെ, നിങ്ങൾ വലുതായി തീരും. ക്യാ ഹേ കഹ്ലായെങ്കെ, എന്നിട്ട് പറയിപ്പിക്കണം. ആ ബഡേ ഹേ, നിങ്ങൾ വലുതാണെന്ന് നിങ്ങൾ പറയിപ്പിക്കണം. എങ്ങനെയാണ് പറയിപ്പിക്കേണ്ടത്? അപ്നെ വിചാരവും സേ, നിങ്ങളുടെ ചിന്തകൾ കൊണ്ടും, और अपने काम से, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുമാണ്. നാക്കി, അല്ലാതെ എങ്ങനെയാണ്? കപ്പടവും സേ, അല്ലേ, അപ്പനെ കപ്പടവും സേ, അല്ലേ, സ്വന്തം വസ്ത്രം കൊണ്ടല്ല വലുതാണെന്ന് പറയിപ്പിക്കേണ്ടത്. ഏ കിസ്കാ കഥൻ ഹേ, ഇതാരുടെ പറച്ചിലാണ്? മഹാത്മാഗാന്ധിജി കാ കഥൻ, അല്ലേ, മഹാത്മാഗാന്ധിജിയുടെ പറച്ചിലാണ്. देखिए, एक बार तो उनकी प्रार्थना सभा में कुछ अमीर आदमी सज धज कर आ गए तो गांधी जी ने उन्हें टांड दिया. एक बार तो ഒരിക്കലാണെങ്കിൽ उनकी प्रार्थना सभा में, एक बार तो ഒരിക്കലാണെങ്കിൽ उनकी प्रार्थना सभा में, അദ്ദേഹത്തിൻ്റെ, അല്ലേ, പ്രാർത്ഥനാ സഭയിൽ, അല്ലേ, പ്രാർത്ഥനാ ഹാളിൽ, സഭ ഹാൾ, അല്ലേ, പ്രാർത്ഥനാ ഹാളിൽ കുച്ച് അമീർ ആദ്മി, കുറച്ച് അമീർ, പണക്കാരായ മനുഷ്യർ, സജ് ധജേക്കർ എന്ന് പറഞ്ഞാൽ ഒരുങ്ങി, അകയത്തോ വന്നപ്പോൾ, ഗാന്ധിജിനെ ഉനെ ടാണ്ട് ദിയ, ഗാന്ധിജി അവരെ ടാണ്ട് ദിയ, ടാണ്ട് ദേന ശകാരിക്കുക. അനെ വഴക്ക് പറഞ്ഞത് എന്തിനാണ്? സജ് ധജ് കർ ആനെ പർ, അലങ്കരിച്ചു വന്നതുകൊണ്ടാണ് വഴക്ക് പറയാൻ കാരണം, അല്ലേ. അപ്പോൾ പ്രാർത്ഥനാ ഹാളിലേക്ക് വരുമ്പോൾ അണിഞ്ഞൊരുങ്ങേണ്ട ആവശ്യമില്ല. ഇസീലിയെ വോ ക്യാ ഹേ ടാണ്ട് ദിയ, അദ്ദേഹം ശകാരിച്ചിരുന്നു, വഴക്ക് പറഞ്ഞിരുന്നു എന്നതാണ്. ഇനി അടുത്ത ഭാഗം നോക്കാം. जैन धर्म में भी अपरिग्रह पर काफ़ी जोर दिया गया है. जैन धर्म में भी अपरिग्रह पर काफ़ी जोर दिया गया है. ജൈന മതത്തിലും അപരിഗ്രഹ് എന്നതിന് കാഫി, വേണ്ടത്ര, ജോർ ദിയാ ഗയാ ഹേ, വേണ്ടത്ര പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളത് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ, ആവശ്യമില്ലാത്തത് സ്വീകരിക്കേണ്ട എന്നത് ജൈന മതത്തിലെ ഒരു ആശയമാണ്. അപ്പോൾ ജൈന ഭിക്ഷുകർ അവർ ഭിക്ഷാടനം നടത്തുമ്പോൾ അവർക്ക് ആവശ്യമുള്ളത് അന്നന്ന് ഭക്ഷിക്കേണ്ട ആ ഭക്ഷണം മാത്രമേ അവർ ഭിക്ഷയെടുക്കുകയുള്ളൂ. അതിൽ കൂടുതൽ എന്താണ്, ഒരു നേരത്തെ ഭക്ഷണം, അല്ലേ, ആ ഒരു നേരത്തെ ഭക്ഷണം അവർ യാചിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ആ ഭിക്ഷ എടുക്കില്ല. അതുപോലെ കാട്ടിലെ വലിയ മൃഗങ്ങളൊക്കെ ആണെങ്കിലും, സിംഹമാണെങ്കിലും പുലിയാണെങ്കിലും, അവർ ഒരു നേരത്തെ ഭക്ഷണത്തിന്, അവരുടെ ഭക്ഷണം അവർക്ക് വയറ് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ്, പിന്നെ ഒന്നിനെയും അവർ കൊല്ലില്ല. അപ്പോൾ ആ ഒരു നേരം, അവരുടെ വിശപ്പടക്കാനുള്ള ആ ഒരു നേരം മാത്രമേ അവരെന്താവും ഭക്ഷണത്തിന് വേണ്ടി ഇരയെ പിടിക്കുള്ളൂ. അതുപോലെ ജൈന മതത്തിലെ ഒരു ആശയമാണ് അപരിഗ്രഹ്, യാനി, അതായത് വേണ്ടാത്തതിനെ സ്വീകരിക്കാതിരിക്കുക, അതായത് ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കുക, അതാണ് അപരിഗ്രഹ്. बस गांधी जी को तो जहाँ भी कुछ अच्छा लगा अपना लेते थे, तो उन्होंने अपरिग्रह को भी अपना लिया. जैन धर्म के अपरिग्रह को अपना लिया है ഗാന്ധിജി. ജൈന മതത്തിലെ അപരിഗ്രഹ് എന്ന ആശയത്തെ ഗാന്ധിജി സ്വീകരിച്ചിരുന്നു. അപ്പോൾ ജഹാം കുച്ച് അച്ഛാ ലഗാ ഹേ, എവിടെ നിന്നാണെങ്കിലും നല്ലതായി എന്തൊരാശയം തോന്നുമായിരുന്നെങ്കിലും ഹമാരെ ഗാന്ധിജി ഓ സ്വീകാർ കർത്തേ തേ. അപ്പോൾ പരിവർത്തൻ, മാറ്റമാണ്. ഗാന്ധിജി സ്വഭാവത്തിലും, അല്ലേ, സ്വന്തം കർമ്മത്തിലും ഉണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇപ്പം ജൈനമതത്തിലെ അപരിഗ്രഹ് എന്ന ആശയം നല്ലതാണെന്ന് തോന്നി അത് സ്വീകരിച്ചു. ഏത് നല്ല ആശയത്തെയും ഗാന്ധിജി സ്വീകരിച്ചിരുന്നു. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിജി ആ ഒരു വലിയൊരു പദവിയിലേക്ക് ഉയരാൻ കാരണം. സാധാരണ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. നന്മയുള്ള ഒരുപാട് കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക്, അല്ലേ, സ്വീകരിച്ചു. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിജി ആയിത്തീർന്നത്. ഗാന്ധിജി കേസേ ബനെ. ഹെഡിങ്ങിൻ്റെ അർത്ഥം ഇപ്പോൾ കുട്ടിയൊക്കെ മനസ്സിലായില്ലേ? ഇനി അടുത്ത ഭാഗം നോക്കാം. गांधी के 3 बंदर बहुत मशहूर है. यह दरअसल एक खिलौना था जो कुछ चीनी बच्चों ने गांधी जी को भेंट किया था, लेकिन गांधी जी ने उन्हें अपने जीवन का साथी बना लिया.
ഗാന്ധിജി കെ തീൻ ബന്ദർ ബഹുത് മഷൂർ ഹെ. ഗാന്ധിജിയുടെ 3 കുരങ്ങന്മാർ വളരെ പ്രസിദ്ധമാണ്. 3 കുരങ്ങന്മാർ. യഹ് ദർ അസൽ ഏക് ഖിലൗനാദ. ഇത് വാസ്തവത്തിൽ ഒരു കളിപ്പാട്ടമായിരുന്നു. ജോ കുച്ച് ചീനി ബച്ചോനെ. അത് കുറച്ച് ചൈനീസ് കുട്ടികൾ. ചീനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈന അല്ലേ. അപ്പോൾ ചീനി ബച്ചോനെ, അത് കുറച്ച് ചൈനീസ് കുട്ടികൾ ഗാന്ധിജിക്കോ ഭേണ്ട് കിയാദ. എന്താ നൽകിയത്? എക് ഖിലൗന, ഒരു കളിപ്പാട്ടമായിരുന്നു നൽകിയത്. ക്യാ ഹേ വഹി ഖിലൗന, എന്താണ് ആ കളിപ്പാട്ടം? ഹാം തീൻ ബന്ദർ, 3 കുരങ്ങന്മാരായിരുന്നു. ആപ് ഗോവാമേ ഗേ ഹേ, നിങ്ങൾ ഗോവയിൽ പോയിട്ടുണ്ടോ? അവിടെ മ്യൂസിയത്തിലുണ്ട് ഗാന്ധിജിയും ഗാന്ധിജിയുടെ അല്ലേ കൂടെ 3 കുരങ്ങന്മാർ, ആ കളിപ്പാട്ടമായിട്ടുള്ള 3 കുരങ്ങന്മാർ ഇരിക്കുന്നതും ഗോവയിലെ മ്യൂസിയത്തിലുണ്ട്. ഒരു കുരങ്ങൻ വായ അമർത്തിപ്പിടിച്ചിരിക്കുന്നു. ആശയ ക്യാ ഹേ, അതിൻ്റെ ആശയം എന്താണ്? മുഹ് സേ ഗലത്തി ബാത് നാ ബോൽന, അല്ലേ, വായിലൂടെ തെറ്റായതൊന്നും പറയാതിരിക്കുക. उसका आशय एक बंदर अपने मुँह तो बंद किया है. സ്വന്തം വായ അങ്ങ് അമർത്തിപ്പിടിച്ചിരിക്കുന്നു. വായ കൊണ്ട് തെറ്റായത് പറയാതിരിക്കുക. അഖ്ലാ ബന്ദർ, അടുത്ത കുരങ്ങോ? वो अपने आँख तो बंद किए है. അത് അതിൻ്റെ ആങ്ക്, കണ്ണ് മൂടി വെച്ചിരിക്കുന്നു. ആങ്കോം സേ ബുരി ബാത് നാ ദേഖ്ന, കണ്ണുകൊണ്ട് മോശമായത് കാണാതിരിക്കുക. നല്ല ആശയം അല്ലേ, കണ്ണുകൊണ്ട് മോശമായത് നമ്മൾ കാണാതിരിക്കുക. और तीसरा बंदर, 3ാമത്തെ കുരങ്ങ്. वो अपने कान तो बंद रखा है. അത് അതിൻ്റെ കാൻ, ചെവി മൂടി വെച്ചിരിക്കുന്നു. ബന്ദ് രഖാ ഹെ, മൂടി വെച്ചിരിക്കുന്നു. इसका आशय क्या है, അതിൻ്റെ ആശയം എന്താണ്? हाँ अपने कानों से बुरी बात ना ना സുന, നമ്മുടെ ചെവി കൊണ്ട് മോശമായതൊന്നും നാ സുന, കേൾക്കാതിരിക്കുക. യഹി തീൻ ബന്ദർ, एक तो अपना मुंह बंद किया है, चित्र में देखिए, और दूसरा तो अपने आँख बंद किया है, और अगला तीसरा अपने कान बंद किए हैं അല്ലേ. അതിൻ്റെ കാതും പൊത്തിപ്പിടിച്ചിരിക്കുന്നു അല്ലേ. അപ്പോൾ ഈ 3 ആശയങ്ങൾ ഗാന്ധിജിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇസ്ലിയെ വോ യഹി ഖിലൗനെ കോ ബഹുത് പസന്ദ് കിയേ. അതുകൊണ്ട് ഈ ഒരു കളിപ്പാട്ടത്തെ അദ്ദേഹം വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. കോൻ ദിയേദേ യഹി ഖിലൗന, ആരാ നൽകിയത് ഈ കളിപ്പാട്ടം? ഹാം ചീനി ബച്ചേ, കുറച്ച് ചൈനീസ് കുട്ടികൾ വന്ന് ഗാന്ധിജിക്ക് നേരിൽ കണ്ടു കൊടുത്തതാണ്. ഭേണ്ട് കിയാദ അല്ലേ, നേരിൽ കണ്ടു കൊടുത്തതായിരുന്നു. लेकिन गांधी जी ने उन्हें अपने जीवन का साथी बना लिया. लेकिन गांधी ने, പക്ഷേ ഗാന്ധിജി उन्हें അവയെ, ഏതിനെ? നീ ബന്ദറോങ്കോ, ഈ കുരങ്ങുകളെ, अपने जीवन का, സ്വന്തം ജീവിതത്തിലെ സാത്തി ബനാലിയ, കൂട്ടുകാരനാക്കി മാറ്റി. ബുരി ബാത്ത് നാ ഭോൽന, മോശമായ കാര്യങ്ങൾ പറയാതിരിക്കുക. ബുരി ബാത്ത് നാ ദേഖ്ന, മോശമായത് കാണാതിരിക്കുക. ബുരി ബാത്ത് നാ സുനന, കേൾക്കാതിരിക്കുക. യഹി ആശയക്കോ ഗാന്ധിജി സ്വീകാർ കിയേ. മഹാത്മാ ഗാന്ധിജി അല്ലേ, മഹാത്മാ, അദ്ദേഹം അല്ലേ ചെറിയ ലെവലിൽ നിന്നും ഉയർന്നു മഹാത്മാവായി. അദ്ദേഹത്തിൻ്റെ കർമ്മമാണ്, പ്രവൃത്തിയാണ് മഹാനാക്കിയത്. अगला भाग देखिए. जब धोती पहननी शुरू कर दी तो जेब घड़ी कहाँ रखे चो. അപ്പോൾ ആ ഒരു പ്രശ്നം വന്നു. ജേബ് ഘടി കഹാ രക്കെ, പോക്കറ്റിൽ വെക്കുന്ന ഘടി, വാച്ച് എവിടെ വെക്കും? वो हल कर दिया, അത് പരിഹരിച്ചു. എങ്ങനെ? ഉസേ കമർ മേ ലഡ്കാന ശുരു കർ ദിയ, അത് അരയിൽ അങ്ങ് തൂക്കിയിടാൻ തുടങ്ങി.
അപ്പോൾ തുണി ഉടുക്കുമ്പോൾ പോക്കറ്റിൽ വെക്കുന്ന വാച്ച് എവിടെ വെക്കുന്നുള്ളൊരു പ്രയാസം വന്നപ്പോൾ പിന്നെ അത് അരയിൽ തൂക്കിയിടാൻ ആരംഭിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത ഭാഗം നോക്കാം. इस तरह गांधी जी धीरे धीरे वैसे गांधी जी बन गए जैसा आजकल हम उन्हें उनके चित्रों में देखते हैं. ഇത്തരത്തിൽ ഗാന്ധിജി പതുക്കെ പതുക്കെ ഗാന്ധിജി ബൻഗേ, ഗാന്ധിജി ആയിത്തീർന്നതാണ്. നമ്മൾ അറിയുന്ന മഹാത്മാഗാന്ധിജി ധീരെ ധീരെ വളരെ പതുക്കെ പതുക്കെയാണ് ഗാന്ധിജി ബൻഗേ, ഗാന്ധിജിയായി തീർന്നത്. നമ്മൾ അറിയുന്ന അത്തരത്തിലുള്ള ഗാന്ധിജിയായി തീർന്നത് വളരെ പതുക്കെ പതുക്കെ ആയിട്ടാണ് എന്നുള്ളതാണ് പറഞ്ഞത്. जैसा आजकल हम उन्हें उनके चित्रों में देखते हैं, हम उनके चित्रों में जैसा देखते हैं, നമ്മൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ ഏതുപോലെയാണോ കാണുന്നത് വൈസേ അങ്ങനെ ധീരെ ധീരെ हो गए हैं അല്ലേ, ധീരെ ധീരെ ऐसे ഗാന്ധിജി हो गए हैं, അങ്ങനെയുള്ള ഗാന്ധിജി ആയിത്തീർന്നത് ധീരെ ധീരെ വളരെ പതുക്കെ പതുക്കെ ആണ്. അപ്പോൾ ഗാന്ധിജി अपने വേഷ में बदलाव लाए, വേഷത്തിൽ മാറ്റം കൊണ്ടുവന്നു. പഠായി में പഠിത്തത്തിൽ മാറ്റം കൊണ്ടുവന്നു. अपने डर സ്വന്തം ഭയം, वो डर को छोड़ दिया, ബുറി ബാത്തേ മോശമായ കാര്യമാണ് ഇങ്ങനെ പേടിച്ചിരിക്കുന്നത്. वो डर को छोड़ दिए, ആ പേടിയെ അങ്ങ് ഒഴിവാക്കി. और फिर പിന്നെ എന്തിലാണ് മാറ്റം കൊണ്ടുവന്നത്? ബഡിയ കലം സേ ലിഖ്തേ ഥേ ഗാന്ധിജി, വില കൂടിയ പെന്ന് കൊണ്ട് എഴുതിയിരുന്നു. ഓ പെൻസിൽ സേ ലിഖ്ന ശുരു കർ ദിയ, പെൻസിൽ കൊണ്ട് എഴുതാൻ തുടങ്ങി. और अपरिग्रह സ്വീകാർ കർലി, अपरिग्रह എന്നതിനെ സ്വീകരിച്ചു. ജൈനമതത്തിലെ വേണ്ടാത്തതിനെ സ്വീകരിക്കേണ്ട, വേണ്ടത് ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കുക. ഫിർ തീൻ ബഡേ ആശയ ദേനെ വാലെ, മൂന്ന് വലിയ ആശയം തരുന്ന ഓ ചീനി ബച്ചെ, ആ ചൈനീസ് കുട്ടികൾ നൽകിയിരിക്കുന്ന തീൻ ബന്ദർ, ആ മൂന്ന് കുരങ്ങന്മാർ. ബുരി ബാത് നാ ബോൽന, ബുരി ബാത് നാ ദേഖന, ബുരി ബാത് നാ സുനന. इसी प्रकार वो एक अच्छे इंसान बने, ഒരു നല്ല മനുഷ്യനായി महात्मा बन गए, महात्मावाई തീർന്നു. वो महात्मा है हमारे राष्ट्रपिता महात्मा गांधी जी. बच्चे आज के कक्षा कैसे लगे? ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? मैं कुछ सवाल देती हूँ, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ തരാം. സവാൽ കെ സാത്ത് ജവാബ് ഭി ഹേ, ചോദ്യത്തോടൊപ്പം ഉത്തരവുമുണ്ട്. അച്ഛി തര വോ ലിഖ്ന, നല്ലതുപോലെ അത് എഴുതിയെടുക്കണേ. ഇനി കുറച്ച് ചോദ്യോത്തരങ്ങൾ നോക്കാം. ദേഖിയേ, ഒന്നാമത്തത് ഗാന്ധിജി പെൻസിൽ സെ പഹലി ചിട്ടി കിസേ ലിഖി. ഗാന്ധിജി പെൻസിൽ കൊണ്ട് പഹലി ചിട്ടി, ആദ്യ കത്ത് കിസേ ലിഖി, ആർക്ക് എഴുതി? ഭാരത് കെ വൈസ്രോയ്ക്കോ, ഭാരതത്തിലെ ഇന്ത്യയിലെ വൈസ്രോയ്ക്ക്. ദൂസറാ സവാൽ, രണ്ടാമത്തെ ചോദ്യം നോക്കാം. ലിഖ്തേ ലിഖ്തേ പെൻസിൽ ചോട്ടി ഹോ ജാത്തി തോ ഗാന്ധിജി ക്യാ കർത്തേ? എഴുതി എഴുതി പെൻസിൽ ചെറുതാവുമ്പോൾ ഗാന്ധിജി എന്തു ചെയ്യുമായിരുന്നു? पेंसिल पर कागज़ की भोंगली लगाकर धागे से बांध लेते. पेंसिल पर, പെൻസിലിന് മുകളിൽ കാഗസ് കി ഭോംഗലി ലഗാക്കർ, കടലാസിൻ്റെ ചുരുട്ടുണ്ടാക്കിയിട്ട് ധാഗേ സെ, നൂലുകൊണ്ട് ബാന്ധ് ലേത്തെ, കെട്ടിയിടും. तीसरा सवाल, മൂന്നാമത്തെ ചോദ്യം. हम अपने देश और देशवासियों से प्यार करते हैं तो क्या करना है? നമ്മൾ നമ്മുടെ രാജ്യത്തെയും രാജ്യത്തുള്ളവരെയും സ്നേഹിക്കുന്നുവെങ്കിൽ എന്തു ചെയ്യണം? സാദഗി സേ ജീന, ലളിതമായി ജീവിക്കണം.
ചൗദാ സവാൽ, നാലാമത്തെ ചോദ്യം. അപരിഗ്രഹ് കാ മത്ലബ് ക്യാ ഹേ? അപരിഗ്രഹ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഫാൽത്തൂ കി ചീസേം ജമാ മത് കരോ. ആവശ്യമില്ലാതെ വസ്തുക്കൾ ശേഖരിക്കരുത്. പാഞ്ച്വാം സവാൽ, അഞ്ചാമത്തെ ചോദ്യം. തീൻ ബന്ദർ ഖിലൗന ഗാന്ധിജി കോ കോൻ ദിയേ ദേ? മൂന്ന് കുരങ്ങെന്ന കളിപ്പാട്ടം ഗാന്ധിജിക്ക് ആരാണ് നൽകിയിരുന്നത്? ചീനി ബച്ചേ, ചൈനയിലെ കുട്ടികൾ. ഇന്നത്തെ ക്ലാസ് കുട്ടികൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ? ചോദ്യങ്ങളും ഉത്തരങ്ങളും രക്ഷിതാക്കളുടെ സഹായത്തോടെ കുട്ടികൾ എഴുതിയെടുക്കണം. ടീച്ചർക്ക് എഴുതിയതിന് ശേഷം എല്ലാം അയച്ചു കൊടുക്കണം. ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിച്ച എല്ലാ കുട്ടികൾക്കും ധന്യവാദ്. നമസ്തേ.